ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റൂട്ട് ലോക്കസിൻ്റെ ഒരു പ്രോബ്ലമാണ്. സ്കെച്ച് ദ റൂട്ട് ലോക്കസ് ഫോർ ദ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം whose open loop transfer function is g of s is equal to k by s into s square plus 6s plus 10. നമുക്ക് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് അവിടെ റൂട്ട് ലോക്കസ് വരയ്ക്കണം. ഇപ്പോൾ റൂട്ട് ലോക്കസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പ് പോൾസ് ആൻഡ് സീറോസ് നമ്മളവിടെ പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടല്ലോ ജി ഓഫ് എസ്, അതിൻ്റെ ഡിനോമിനേറ്റർ എടുക്കുക, അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതായത് എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 6s പ്ലസ് 10 0 ആയിട്ട് ഇക്വേറ്റ് നമുക്ക് എന്ത് വരാം? s is equal to 0. ആൻഡ് ഇത് ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യുമ്പോൾ s is equal to -3 പ്ലസ് ഓർ മൈനസ് j1 എന്നവിടെ കിട്ടും. അതായത് നമുക്ക് 3 പോളാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ അതൊന്ന് ഒറിജിനലാണ്, p1 is equal to 0. ആൻഡ് രണ്ടാമത്തെ പോൾ എന്ന് പറയുന്നത് -3 പ്ലസ് j1ഉം ആൻഡ് മൂന്നാമത്തെ പോൾ എന്ന് പറയുന്നത് -3 മൈനസ് j1 ആണ്. അപ്പോൾ അത് നമുക്കിനി മാർക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പോൾ ഒറിജിൻ p1 is equal to 0 ആയതുകൊണ്ട് നമുക്കവിടെ ആ ഒറിജിനിലുള്ള പോൾ ആദ്യം മാർക്ക് ചെയ്യാം. ഇതാണ് ആ ഒറിജിനിലുള്ള പോൾ. ഇനി അടുത്തത് -3 പ്ലസ് j1 എന്ന് പറയുമ്പോൾ അത് -3 റിയൽ ആക്സിസിൽ എടുക്കുക, നെഗറ്റീവ് റിയൽ ആക്സിസിൽ എടുത്തു, ആൻഡ് j1 നമ്മളുടെ മുകളിലേക്ക് എടുത്തു. ഇവിടെയാണ് അവിടെ ആ ഒരു പോൾ വരുന്നത്. ഇനി -3 മൈനസ് j1 എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഇതേപോലെ തന്നെയാണ് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ 3 പോൾസ് എന്ന് പറയുന്നത്. നമ്മുടെ പോൾസും സീറോസും മാർക്ക് ചെയ്ത്, സീറോസ് നമുക്കിവിടെ ഇല്ല, അവിടെ പോൾസ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിയും. ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ റൂട്ട് ലോക്കസ് ഓഫ് റിയൽ ആക്സിസ്. റിയൽ ആക്സിസിൽ റൂട്ട് ലോക്കസ് എവിടെയാണെന്ന് നമുക്ക് അവിടെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് കോംപ്ലക്സ് പോൾ വരുന്നുണ്ട്. അപ്പോൾ കോംപ്ലക്സ് പോൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെ റിയൽ പാർട്ട് എവിടെയാണോ അവിടെയാണ് നമ്മളവിടെ ആ ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് -3. നമ്മൾ ഈ ഒരു പോയിന്റ് അവിടെ ടെസ്റ്റ് പോയിന്റ് ആയിട്ട് ചൂസ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് റൈറ്റിലേക്ക് നോക്കാം. അപ്പോൾ റൈറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഓഡ് നമ്പർ ഓഫ് പോളാണ് വരാൻ പാടുള്ളൂ. പോളിക്ക് റൈറ്റിലേക്ക് ഒരു പോളുള്ളൂ, അതായത് ഒറിജിനിലുള്ള ഒരു പോള്. അപ്പം അത്രയും പോർഷൻ നമ്മളവിടെ എന്ത് ചെയ്യാം? അവിടെ ഡാർക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾസ് നമുക്ക് കോംപ്ലക്സ് ആണ് അല്ലേ. ആ കോംപ്ലക്സ് പോളിൻ്റെ പുറത്തൊരു പോയിന്റ്, ടെസ്റ്റ് പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യാം. പക്ഷേ നമ്മളൊരു പോയിന്റ് ഇവിടെ ചൂസ് ചെയ്തു. ആ ചൂസ് ചെയ്ത പോയിന്റ് എന്നിട്ട് നമ്മളിവിടെ റൈറ്റിലേക്ക് നോക്കാം. എസ് പ്ലെയിനിലാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ ഒരു പ്ലെയിനിൽ നോക്കുമ്പോൾ നമുക്കവിടെ ഓഡ് നമ്പർ ഓഫ് പോൾ തന്നെയാണ് വരുന്നത്. കാരണം ഇവിടെ എത്ര പോൾ ഉണ്ട്? 1 2 3, അങ്ങനെ 3 പോൾസാണ് നമുക്കവിടെ വരുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ റിയൽ ആക്സിസിൽ എവിടെ വേണമെങ്കിലും അവിടെ ആവാം റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അത്രയും എൻ്റെ റിയൽ ആക്സിസ് നമ്മളവിടെ എന്ത് ചെയ്തു? അവിടെ ഷെയ്ഡ് ഡാർക്കൻ ചെയ്തു. ഇനി അടുത്തത് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സും സെൻട്രോയിഡും കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സ് ഇസ് ഈക്വൽ ടു +or-180 ഡിഗ്രി ഇൻറ്റു 2q + 1/n-m ആണ്. ആൻഡ് ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 1 2 എക്സെട്ര ടു n-m വരാം. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസും m എന്ന് പറയുന്നത് നമ്പർ ഓഫ് സീറോസും. ഇവിടെ നമുക്ക് 3 പോൾസാണ് നമുക്ക് ഉള്ളത്. ആൻഡ് എത്ര സീറോസ് ആയിരുന്നു? നമുക്ക് സീറോസ് ഒന്നുമില്ല അല്ലേ. അപ്പോൾ m is equal to 0. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ എത്ര വരെ വരാം? n-m എന്ന് പറയുമ്പോൾ 3 വരെ വരാം. അതായത് 0 1 2 3 അതൊക്കെയാണ് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ when q is equal to 0 ഫസ്റ്റ് വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ +or-180 ഇൻറ്റു ഇവിടെ ക്യൂവിനെ 0 കൊടുക്കുമ്പോൾ എന്ത് വരാം? 180 ഇൻറ്റു 0 + 1/3 എന്ന് പറയുമ്പോൾ അവിടെ +or-60 ഡിഗ്രി എന്നവിടെ വരും. ഇനി when q is equal to 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേ ഇക്വേഷനിൽ ക്യൂവിനെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരാം? 180 ഇൻറ്റു 3/3 എന്നാണ് വരാം. അവിടെ 3 ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ +or-180 ഡിഗ്രി എന്നവിടെ വരും. അപ്പോൾ അത് ആക്സിസ് ആണ് നമുക്കവിടെ ഈ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ. ഇനി q is equal to 2 എന്ന് പറയുമ്പോൾ 180 ഇൻറ്റു 5/3 ആണ് നമുക്കിവിടെ വരാം. അതായത് 2നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എത്ര വരാം? +or-300 ഡിഗ്രി. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ മെഷർ ചെയ്യുമ്പോഴാണ് അവിടെ എന്താ +or-300 ഡിഗ്രി എന്ന് പറയുമ്പോൾ. അപ്പോൾ അതേ ആംഗിൾ നമ്മൾ ക്ലോക്ക് വൈസ് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വരാം? -or+60 ഡിഗ്രി എന്നവിടെ എഴുതാം. ആൻഡ് when q is equal to 3 അവിടെ ആംഗിൾ is equal to +or-180 ഇൻറ്റു 7/3 എന്ന് വരും. അവിടെ ക്യൂവിന് ഇവിടെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ +or-420 ഡിഗ്രി എന്ന് വരും. അതായത് 360 ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു 60 ഡിഗ്രി എന്നാണ് അതിൻ്റെ അർത്ഥം, സെയിം ഡയറക്ഷനിൽ. അപ്പോൾ അവിടെ നമുക്ക് അതിനെ എന്ത് എഴുതാം? +or-60 ഡിഗ്രി എന്നാണ് എഴുതാം. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സ് എന്ന് പറയുന്നത് കിട്ടുന്നത് എത്രയാണ്? നമുക്കിവിടെ 60 ഡിഗ്രിയാണ്, +or-60 ഡിഗ്രിയാണ് അവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് ആ ആംഗിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് ആ സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. ഇപ്പോൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത് സം ഓഫ് പോൾസ് മൈനസ് സം ഓഫ് സീറോസ് ബൈ n - m ആണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ അവിടെ n എന്ന് പറയുന്നത്
3യും എം എന്ന് പറയുന്നത് 0യും ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പോൾസ് എന്ന് പറയുമ്പോൾ -3 + j1 -3 - j1 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? -6/3. അപ്പോൾ അതെങ്ങനെയാണെങ്കിൽ ഈ J1ഉം ഇവിടുത്തെ J1ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ -6/3 എന്ന് പറയുന്നത് -2 അല്ലേ. അപ്പോൾ ഇവിടെ -2 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ആൻഡ് ആ പോയിന്റിൽ നിന്നിട്ടാണ് നമ്മളവിടെ ഈ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സ് നമ്മളവിടെ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കളർ ഇമാജിനറി ലൈനാണ് നമ്മുടെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സ്. അവിടെ നമ്മൾ അവിടെ 60 ഡിഗ്രി മുകളിലേക്കും അതുപോലെ 60 ഡിഗ്രി താഴേക്കും വരച്ചു. ഇങ്ങനെയാണ് അവിടെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്സ് മാർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് ബ്രേക്ക് അവേ ആൻഡ് ബ്രേക്ക് ഇൻ പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളവിടെ അതിനെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കി. അതായത് CF/RF എന്ന് പറയുന്നത് GF/1 + GF. അപ്പോൾ GF എന്ന് പറയുന്നത് K/S × S² + 6s + 10 ആയിരുന്നു. അപ്പോൾ അത് GF/1 + GF. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1 + K/S × S² + 6s + 10 അല്ലേ. ഇവിടെ LCM എടുക്കാം. അപ്പോൾ LCM എടുത്ത് കഴിയുമ്പോൾ ഈ 1 ആയിട്ട് നമ്മൾ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും K/S × S² + 6s + 10 / S × S² + 6s + 10 + K/S × S² + 6s + 10. ഈ ഒരു ടേമിനെ നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? അതിനുശേഷം നമ്മളിവിടെ എസ്സിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ K/S³ + 6s² + 10s + K എന്നവിടെ വരും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിനോമിനേറ്റർ ആണ്. അത് S³ + 6s² + 10s + K അത് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ K എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? നമുക്കിത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -S³ - 6s² - 10s എന്ന് നമുക്കവിടെ വരും. ഇനി നമ്മൾ dk/ds കണ്ടുപിടിക്കണം. അതായത് ഈ കിട്ടിയിട്ടുള്ള K ഉണ്ടല്ലോ അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു S. എന്നിട്ട് അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരാം? -S³ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -3s² ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -12s - 10 = 0 എന്ന് വരും. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. നമുക്കൊരു കാൽക്കുലേറ്റർ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ S = -1.18 ഓർ -2.82 എന്ന് നമുക്കവിടെ കിട്ടും. ഇതാണ് എസ്സിൻ്റെ ആ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് റൂട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. എസ്സിൻ്റെ വാല്യൂ ഇവിടെ കിട്ടി. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള എസ്സിൻ്റെ വാല്യൂ ഉണ്ടല്ലോ അത് നമ്മളിവിടെ കെയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എസ്സിൻ്റെ വാല്യൂ കെയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? S = -1.18 കൂടി എസ്സിനെ പകരം ഇട്ട് കൊടുക്കാം. K = -1.18 the whole cube -6 into ഇവിടെ സ്ക്വയറിന് പകരം -1.18 whole square and -10 = 0. നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? അവിടെ 5.09 എന്ന് വരും. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് റിയൽ ആണ്. ഇനി അടുത്തത് -2.82 നമ്മൾ ഇതേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.91 ആണ്. അപ്പോൾ അതും പോസിറ്റീവ് ആൻഡ് റിയൽ ആണ്. നമുക്കിവിടെ ബ്രേക്ക് അവേ പോയിന്റും അതുപോലെ ബ്രേക്ക് ഇൻ പോയിന്റും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഇൻ പോയിന്റ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാവുക? അവിടെ ഈ റൂട്ടിലൊക്കെ സ്ലൈഡ് ചെയ്യുന്നത് 2 0ൻ്റെ നടുക്കാണെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് ഇൻ പോയിന്റ് ഉണ്ടാവും. ഇനി അത് തന്നെ 2 പോളിൻ്റെ നടുക്കാണ് റൂട്ടിലൊക്കെ സ്ലൈഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉണ്ടാവുക ബ്രേക്ക് അവേ പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ബ്രേക്ക് ഇൻ പോയിന്റ് ഉണ്ടാവുക എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? നമുക്ക് സെൻട്രോയിഡ് നോക്കാം. സെൻട്രോയിഡ് എന്ന് പറയുന്നത് -2 ആണ് അല്ലേ. അപ്പോൾ -2ൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് ആണ് നമ്മുടെ -1.18 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? നമുക്ക് സെൻട്രോയിഡിൻ്റെ ഉള്ളിലുള്ള പോയിന്റ് ആണ് ബ്രേക്ക് അവേ പോയിന്റ് ആയിട്ട് എടുക്കാം. ആൻഡ് സെൻട്രോയിഡിൻ്റെ പുറത്തുള്ള പോയിന്റ് അത് -2.82 എന്ന് പറയുന്നത് നമുക്കവിടെ ബ്രേക്ക് ഇൻ പോയിന്റ് ആയിട്ടും എടുക്കാം. ഇനി ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ കണ്ടുപിടിക്കണം. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക എവിടെയായിരുന്നു? നമുക്ക് കോംപ്ലക്സ് പോൾ വരുന്നിടത്താണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോൾ ഒറിജിനലായിരുന്നു. അപ്പോൾ ഈ കോംപ്ലക്സ് പോളുകൾ 2 ഉണ്ടല്ലോ അത് കോൺജുഗേറ്റ് പെയർസ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ആ പോളിലേക്ക് നമ്മൾ ലൈൻസ് അതായത് ഇമാജിനറി ലൈൻ മാർക്ക് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ റെഫറൻസ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ θ1 മാർക്ക് ചെയ്തു. ആൻഡ് അതായത് ഈ പോളിൽ നിന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പോളാണ് നമ്മൾ എടുക്കുന്നത് P2 എന്ന് പറഞ്ഞ പോൾ. കാരണം ഫസ്റ്റ് കോംപ്ലക്സ് പോൾ അതാണ്. അപ്പോൾ അതിലേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ ആ ലൈൻ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് θ1 ആണ് വരുന്നത്. ആൻഡ് മൂന്നാമത്തെ പോളിൽ നിന്നിട്ട് നമ്മൾ ആ ലൈൻ വരച്ചത് അത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരാം. അത് ഇപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും വരാം θ2.
അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് പറയുന്നത് 1ഉം ഡിസ്റ്റൻസ് പറയുന്നത് 3 ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, 180 മൊത്തം ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ നിന്നിട്ട് നമ്മൾ ഈ ഒരു tan ഇൻവേഴ്സ് 1/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടും. ആ ആംഗിൾ കുറച്ചാൽ മതി. അപ്പോൾ അവിടെ 180 മൈനസ് tan ഇൻവേഴ്സ് 1/3 എന്ന് പറയുമ്പോൾ അവിടെ 161.6 ഡിഗ്രി എന്നവിടെ കിട്ടും. ആൻഡ് θ2 90 ഡിഗ്രിയാണ്. നമുക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും, കാരണം ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ നമ്മൾ ഈ ഒരു P2 പോളിൻ്റെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും വരെ 180 മൈനസ് θ1 പ്ലസ് θ2. അപ്പോൾ നമ്മൾ θ1 എന്ന് പറയുന്നത് 161.6ഉം അതുപോലെ θ2 എന്ന് പറയുന്നത് 90 ഡിഗ്രിയും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വരും, അവിടെ അപ്രോക്സിമേറ്റ്ലി -72 ഡിഗ്രി നമുക്കവിടെ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ നമ്മൾ ഈ P2ൻ്റെ കിട്ടും. അപ്പോൾ നമ്മൾ P2ൻ്റെ ചെയ്ത പോലെ തന്നെ ഈ P3യുടെയും ചെയ്യണം. P3യുടെ ചെയ്യുമ്പോൾ എന്ത് വരാം, ഇക്വേഷൻ വരാം -180 മൈനസ് θ1 പ്ലസ് θ2 ആണ് വരാം. അപ്പോൾ θ1 θ2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ +72 ഡിഗ്രി അവിടെ കിട്ടും. ഇനി നമ്മൾ ഇമാജിനറി ആക്സിസിൽ ക്രോസിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി, അതായത് SQ പ്ലസ് 6s² പ്ലസ് 10s പ്ലസ് k = 0. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, S = jω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ എസ്സിന് പകരം jω കൊടുക്കുമ്പോൾ എന്ത് വരും, നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. അപ്പോൾ ആ ഇക്വേഷനിലൂടെ jω ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് വരാം, -j ആണ്, j ക്യൂബ് എന്ന് പറയുന്നത്. അവിടെ -jω ക്യൂബ് മൈനസ് j² -1 ആയതുകൊണ്ട് 6ω² പ്ലസ് 10jω പ്ലസ് k = 0 എന്ന് വരും. ഇനി നമ്മുടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ j വരുന്ന ഭാഗം എന്താണ്, ഈ -jω ക്യൂബും 10jω ആണല്ലോ. അപ്പോൾ അത് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, -ω³ പ്ലസ് 10ω 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ω³ = 10ω എന്നാണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഒരു ω അവിടെ വെട്ടിപ്പോയിട്ട് ഇവിടെ സ്ക്വയർ ആവും. അപ്പം അങ്ങനെ ω² = 10 വരും. ആൻഡ് ω = ±3.16, അപ്രോക്സിമേറ്റ്ലി -3.2 എന്നവിടെ കൊടുക്കാം. ഇതേപോലെ തന്നെ റിയൽ പാർട്ട് = 0 ചെയ്യുമ്പോൾ എന്ത് വരും, റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ -6ω² k ആണ് വരുന്നത്. അപ്പോൾ അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ k = 6ω² എന്ന് വരും. ഇവിടെ ഓൾറെഡി നമ്മൾ ω² = 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 × 10 എന്ന് പറയുന്നത് 60 എന്ന് വരും. ഇതാണ് ക്രോസിംഗ് പോയിന്റും ആൻഡ് വാല്യൂ ഓഫ് k എന്ന് പറയുന്നത്. ഇവിടെ പോൾ 0 പ്ലോട്ട് നമ്മൾ വരച്ചിരുന്നല്ലോ, അതായത് ഒറിജിനിൽ. അതുപോലെ 2 കോംപ്ലക്സ് പോൾ -3 ± j1 ആണ്. അപ്പോൾ ഇത് P1 P2 P3 നമ്മളോട് ആദ്യം മാർക്ക് ചെയ്തിരുന്നു അല്ലേ. അതുപോലെ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ -2 സെൻട്രോയിഡിൽ നിന്നിട്ട് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് നമ്മൾ അതും വരച്ചിരുന്നു. നമ്മൾ അത് ആ ഗ്രീൻ ലൈനാണ് അവിടെ ഈ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത് -1.18 ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരുന്നു. ആ ബ്രേക്ക് അവേ പോയിന്റ് നമ്മളിവിടെ എടുക്കാം, -1.18 എടുക്കും. അപ്പോൾ അതാണ് നമ്മുടെ റൂട്ട് ലോക്കസ് കടന്നു പോകുന്ന പോയിന്റ് പറയുന്നത്, റിയൽ ആക്സിസ് നെഗറ്റീവ് റിയൽ ആക്സിസിൽ കടന്നു പോകുന്ന പോയിന്റ്. അപ്പോൾ അത് നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്യുക. അതുപോലെ ഇമാജിനറി ആക്സിസിൽ ക്രോസ് ചെയ്യണ പോയിന്റ് J3.2 ആയിരുന്നു, ± J3.2. അപ്പോൾ നമ്മളൊരു ഫ്രീ ഹാൻഡ് കർവ് വരയ്ക്കാം ഈ ക്രോസിംഗ് പോയിന്റിൽ കൂടിയും അതുപോലെ ബ്രേക്ക് അവേ പോയിന്റ് കൂടിയും കടന്നു പോകുന്നത്. അപ്പോൾ ഈ റെഡ് കളറിൽ നമ്മൾ ഈ ഫ്രീ ഹാൻഡ് കർവ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ -1.18 ഇവിടെ ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ മാർക്ക് ചെയ്തു. ഇവിടെ വേണമെങ്കിൽ നമുക്കിവിടെ ക്രോസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതാം. ഇനി അടുത്തത് ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -2.82 എന്ന് പറഞ്ഞ പോയിന്റിലായിരുന്നു അല്ലേ. അപ്പോൾ അത് ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു, -2.82. ഇനി ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ±72 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കോംപ്ലക്സ് പോളുകളുണ്ടല്ലോ അതിൽ നിന്നിട്ട് ഒരു ഹോറിസോണ്ടൽ ലൈൻ 2 പോളിൽ നിന്നും വരച്ചു. നമ്മൾ ആ ബ്ലാക്ക് കളർ ഡോട്ടഡ് ലൈനാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു +72 നമ്മളിവിടെ മുകളിലേക്ക് വരച്ചു. അപ്പോൾ ഒരു -72 നമ്മൾ ഈ ഒരു പോയിന്റ് നമ്മളിവിടെ താഴേക്ക് വരച്ചു. അതാണ് അവിടെ ആ ഗ്രീൻ ലൈൻ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഒരു ഫ്രീ ഹാൻഡ് കർവ് വരയ്ക്കുക. അതായത് ഈ ഒരു പോളിൽ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണ 2 പോളിൽ കൂടിയും കടന്നു പോകാവുന്ന രീതിയിലൊരു ഫ്രീ ഹാൻഡ് കർവ് വരയ്ക്കുക. അത് നമ്മുടെ നെഗറ്റീവ് റിയൽ ആക്സിസിൽ ഈ ഒരു ബ്രേക്കിംഗ് പോയിന്റിൽ കൂടി ആയിരിക്കണം അത് കടന്നു പോകുന്നത്. അത് -2.82 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. ഇപ്പോൾ റൂട്ട് ലോക്കസ് നമ്മളിവിടെ വരച്ചു. റൂട്ട് ലോക്കസ് നിന്നിട്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, നമുക്ക് റൂട്ട് ലോക്കസിന് ഇവിടെ 3 ബ്രാഞ്ചസ് ഇവിടെ ഉണ്ട്. അത് ഏതൊക്കെയാണെങ്കിൽ ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് നമ്മളിവിടെ ഡാർക്കൺ ചെയ്തിട്ടുണ്ടല്ലോ, അതായത്
ഫസ്റ്റ് പോൾ ഒറിജിൻ ആയിരുന്നു. അപ്പോൾ ഈ റൂട്ട് ലോക്കസ് ഫസ്റ്റ് പോളിൽ നിന്നിട്ട് തുടങ്ങിയിട്ട് എന്താണ് നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ അങ്ങനെ പോകും. അതാണ് അവിടെ ഫസ്റ്റ് ബ്രാഞ്ച് പറയുന്നത്. അപ്പോൾ അതോടെ ഡാർക്കൻ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ വരച്ചിട്ടില്ല, ഈ ബ്രേക്ക് ആയ പോയിന്റിൽ കൂടി ക്ലോസിങ് പോയിന്റ് ഉണ്ടല്ലോ, +or-3 പോയിന്റ് J3 പോയിന്റ്, അപ്പോൾ അതിൽ കൂടെ കടന്നു പോകുന്ന ഈ ഒരു റെഡ് കളർ കർവാണ് നമ്മളെന്താ രണ്ടാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഈ -2.82 എന്ന് പറയുന്ന ആ ബ്രേക്കിംഗ് പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ആ ഒരു ലോക്കസ് ഉണ്ടല്ലോ, അതാണ് അവിടെ തേർഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത്.